അയോധ്യ നഗരത്തിനുള്ളിൽ സരയൂ നദിക്കരികെ അത്ഭുതമായി രാമക്ഷേത്രം ഉയരുകയാണ്. അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച 4 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. ജനുവരി 22-ന് ക്ഷേത്രനടകൾ തുറക്കുമ്പോൾ കാണാൻ പോകുന്നത് ഒരുപാട് അത്ഭുതങ്ങളും ഒളിച്ചുവെച്ച രഹസ്യങ്ങളുമാണ്. ഒരുപാട് വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത്. 1800 കോടി രൂപയിലാണ് നിർമ്മാണം. 1000-ലേറെ വർഷമാണ് ഈ ക്ഷേത്രത്തിന്റെ ആയുസ് പ്രവചിച്ചിരിക്കുന്നത്. എത്ര വലിയ ഭൂകമ്പത്തെയും നേരിടാൻ തക്ക വാസ്തുശൈലിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ലാർസൺ ആൻഡ് ടോബോ എന്ന സ്വകാര്യ കമ്പനിക്കാണ് ക്ഷേത്ര നിർമ്മാണ നിർവഹണത്തിന്റെ പ്രധാന ചുമതല. നിർമ്മാണം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി പദ്ധതി പ്രദേശത്തെ മണ്ണ് തന്നെയായിരുന്നു. ഇളകിയ മണ്ണായിരുന്നു ക്ഷേത്ര പ്രദേശത്തുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഉറപ്പില്ലാത്ത മണ്ണിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധിക്കില്ല എന്ന് വിദഗ്ധർ പഠനം നടത്തി പറഞ്ഞു. തുടർന്ന് 14 അടി താഴ്ചയിൽ മണ്ണ് നീക്കി അവിടെ 56 അടുക്കുകളായി റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് നിറച്ചു. അതിനു മുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. അതായത് മണ്ണിനടിയിൽ കൃത്രിമ പാറ നിർമ്മിച്ച് അതിനു മുകളിലാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. പാറയിൽ വിള്ളൽ വീഴാതിരിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിലെ വിദഗ്ധരെത്തി കൃത്യമായൊരു പഠനവും നടത്തുകയുണ്ടായി. ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഉത്തരേന്ത്യയിലെ നഗരശൈലിയും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ശൈലിയും ചേർത്ത രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് സാമർഥ്യവും കൈകോർക്കുന്ന നിർമ്മിതിയാണ് 70 ഏക്കറിൽ ഒരുങ്ങുന്നത്. നിർമ്മാണത്തിൽ ഇരുമ്പും കോൺക്രീറ്റും ഉപയോഗിച്ചിട്ടില്ല എന്ന എഞ്ചിനീയർമാർ പറയുന്നുണ്ട്. ഇതുകൂടാതെ കാലം കഴിയുമ്പോൾ മണ്ണിലെ ഈർപ്പം നിരന്തരം തട്ടി അടിത്തറയിലെ കല്ല് ദ്രവിക്കുന്നത് ഒഴിവാക്കാൻ 17,000 ഗ്രാനൈറ്റ് കല്ലുകളും നിരത്തി വിരിച്ചു. രാജ്യത്തെ എഞ്ചിനീയറിംഗ് രംഗത്തിന്റെ കൂട്ടായ ബുദ്ധിവൈഭവം കൂടിയാണ് ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കാൻ പോകുന്നത്. രാംലല്ലയാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. ശ്രീരാമന്റെ ബാലരൂപമാണ് രാംലല്ല. രാംലല്ലയുടെ 3 വിഗ്രഹങ്ങളാണ് ഒരുക്കുന്നത്. ഈ 3 വിഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാകും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. തയ്യാറാക്കുന്ന 3 വിഗ്രഹങ്ങളിൽ 5 വയസ്സുകാരന്റെ ഓജസ്സും ഓമനത്വവും ഏറെയുള്ള വിഗ്രഹമാകും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാവുക. ഇക്കാര്യം ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെയാകും തീരുമാനിക്കുക. രാജസ്ഥാനിലെ മാർബിളും തെലങ്കാനയിൽ നിന്നുള്ള ഗ്രാനൈറ്റ് അതുപോലെ ശിഷ്ട് തുടങ്ങിയവ ഉപയോഗിച്ചാണ് രാംലല്ല വിഗ്രഹം നിർമ്മിക്കുന്നത്. രാമനവമി ദിവസത്തിൽ രാംലല്ല വിഗ്രഹത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്ന രീതിയിലാണ് നിർമ്മാണം.